58, 58, 59, 59, 60, 60, 60, 60, 60, 60, 60, 60, 60, 61, 61, 62, 62, 62, 63, 63, 64, 64, 65, 67, 67, 68, 68, 70, 70, 70, 70, 70, 70, 71, 71, 72, 72, 73, 73, 74, 78, 79, 80. അപ്പൊ അതൊരു വിധം കറക്റ്റായി. 80. ഓന്റെ പടച്ച റബ്ബേ, എന്തത്? ഇതെങ്ങനെ ഇപ്പൊ ഇതില് വരണേ? ഞാൻ 50 അല്ലേ പെണ്ണിയത്? ഇതിലെമ്പതില്ലല്ലോ. ഇതിലാണ് സാർ എണ്ണീട്ട്. അങ്ങനെ കണ്ടില്ല ഞാൻ പിന്നെ എണ്ണിയിരുന്നേ. ഇല്ല, ഞാൻ ഇതൊന്നും ഇങ്ങനെ നോക്കിട്ട് അങ്ങോട്ടിട്ട് എനിക്ക് ഇരിക്കോ. ഇങ്ങനെ എന്ത് പണി കാരണം ഇതിന്ന് എടുത്തിട്ടല്ലേ ഞാൻ ഈ എണ്ണി ഇരിക്കുന്നത്. ഒരു മേനക്കട. ഇത് എപ്പ തുടങ്ങി ഇരിക്കണം എന്റെ മോളിച്ചണ്ട. ഇതിപ്പോ മമ്മൂട്ടർ ഉണ്ടാക്കാൻ വലിയ മുണ്ടക്കെട്ടായി മാറിപ്പോ മനുഷ്യനാക്കാൻ വേണ്ടിട്ട്. ഞാൻ സഹായിക്കാം സാറേ. നിങ്ങള് സഹായിക്കണ്ട. നിങ്ങള് വേറെ നിങ്ങളിപ്പോ ഒരാളെ സാക്ഷി എടുത്തേക്കാണ് ഇവിടെ. ഞാൻ ഇത് എണ്ണി ഇട്ടോന്ന് നോക്കാൻ വേണ്ടിട്ട്. നിങ്ങള് തുടരണ്ട അതിന്റെ ഫോണില്. പാലാക്ക് 1, 1, 1, 2, 2, 3, 4, 4, 5, 5, 5, 6, 6, 7, 7, 7, 7, 7, 8, 9, 10, 10. എന്താ നിങ്ങള് നിങ്ങൾക്ക് എന്താ വെറുതെ ഇരുന്നാല്? നിങ്ങൾ അങ്ങനെ ഉണ്ടാണ്ട് അവിടെ ഇരിക്ക്. ഇത് ഞാൻ എന്നെ ഇവിടെ ചിട്ടപ്പെടുത്തി എനിക്ക് ഇട്ടോട്ടെ. നിങ്ങൾ കയ്യും കാലം കാണിക്കുമ്പോ എന്റെ ആല പോണേ. നിങ്ങൾ അനങ്ങാണ്ട് അവിടെ ഇരിക്കുന്നത് എണ്ണി ഇടുന്നവരെ. 10, 10, 10. ഇതില് പരത്ത് 10 എണ്ണിട്ട് എവിടെ സാറ? അതിലായിട്ട് എനിക്ക് അതില്. അപ്പൊ നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ ഞാനിത് എണ്ണി ഇരിക്കല്ലേ ഇടുന്നത്? നിങ്ങക്ക് കണ്ടൂടത്? സാറല്ലേ പറഞ്ഞു എന്നോട് മിണ്ടാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. ഇത് വേറെ ദിവസം തന്നെയാലും ശരിയാവുള്ളൂ. ഒന്നാമത്തെ ഇന്ന് ചൊവ്വാഴ്ചയാണ്. പൊതുവെ ഈ ചൊവ്വാഴ്ച ദിവസം വലിയ അടക്കറ. വെറുതെ അല്ലത് കിടന്ന് കെട്ടിത്തിരിക്കണത്. 10, 10, 10, 10, 10, 3, 13, 13, 3, 16, 16, 18, 18, 2, 21, 21, 2, 23, 23, 2, 21, 21, 4, 29, 29. 35, 4, 39. 35, 4, 39. പക്ഷെ സാറ് പറഞ്ഞു 38. എടാ മാൻമത, ഞാൻ ഒരു കണക്കിന് ഇത് കൂട്ടി വരികയാണ്. വെറുതെ ഇതിന്റെ ഇടയിൽ കയറിയിട്ട് വെറുതെ കാണണമെന്ന് പറയല്ലേ നീ. ഞാനിപ്പോ നോക്കിയില്ലെങ്കിൽ ഇത് ഭാവിയിൽ ഫുൾ ആഡിറ്റ് ചെയ്ത് വരുമ്പോൾ വലിയ തെറ്റാവും. ഞാൻ ഇതൊന്ന് കൂട്ടട്ടെ. കയ്യിലിരിക്കണം ഉണ്ട് എത്രയാണ്, ഇത് രജിസ്റ്ററിലെ ഉണ്ട് എത്രയാണെന്നുള്ളത് ആർക്കും അറിയാം. അത് ടാലി ആവണ്ടേ? അതെ സാറിപ്പോൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കണക്കായതുകൊണ്ട് കണക്ക് എപ്പോഴും സമാധാനമായിട്ട് കൂട്ടണം. നമ്മൾ ഈ ടെൻഷൻ പിടിച്ചു അപ്രാളപ്പെട്ടിട്ട് കണക്ക് കൂട്ടിയാൽ കണക്ക് തെറ്റും. അതിൻ്റെ അനുഭവസ്ഥനാണ് ഞാൻ. അതിൻ്റെ ഒരു ചെറിയ തമാശ ഞാൻ സാറിനോട് പറയാം. ഇത് കേട്ട് സാറൊന്ന് റിലാക്സ് ചെയ്യും, എന്നിട്ട് പിന്നെ കണക്ക് കൂട്ടിക്കോ. അപ്പോൾ കണക്ക് ശരിയാവും. സാർ കേക്ക്, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക. കണക്ക് പരീക്ഷ. അയ്യോ, ഉറക്കൊടിയിട്ടിരുന്ന് പഠിച്ച് എല്ലാം റെഡിയാക്കി കൂട്ടിയും കുഴച്ചും ഒക്കെ എഴുതി എല്ലാം കണക്കെല്ലാം നോക്കി പരീക്ഷ ഹാളിൽ ചെന്നിരുന്ന് ചോദ്യപേപ്പർ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ വെച്ച് നോക്കിയപ്പോൾ സയൻസ് പരീക്ഷ. ഞാൻ പഠിച്ചുകൊണ്ട് പോയത് കണക്ക്. ഞാൻ ടീച്ചറുടെ അടുത്ത് പറഞ്ഞു, ടീച്ചറെ ഞാൻ പഠിച്ചുകൊണ്ടുവന്നത് കണക്കാണ്, ഇത് സയൻസാണ്. അപ്പോൾ ടീച്ചർ പറയാണ് ഒരു കണക്കിനൊക്കെ എഴുതിക്കോളാം. ഞാൻ പറഞ്ഞു ടീച്ചർ സയൻസ് പരീക്ഷയല്ലേ, അതാ പറഞ്ഞത് ഒരു കണക്കിനൊക്കെ എഴുതിക്കോളാം. ടീച്ചർ ഞാനെന്ത് ചെയ്ത് അങ്ങോട്ട് വെച്ചങ്ങ് എഴുതി ഒരു കണക്കിന്. അവസാനം മാർക്ക് വന്നപ്പോൾ എനിക്ക് സയൻസിന് ഫുൾ മാർക്ക്. എൻ്റെ ദൈവമേ, ഞാൻ നല്ല ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ സയൻസൊക്കെ എനിക്ക് ഫുൾ മാർക്ക് കിട്ടാന്ന് പറഞ്ഞാൽ അയ്യോ. അപ്പൊ അതാ ഞാൻ പറഞ്ഞു വന്നേ. നീ ഇപ്പൊ ഇത് പറഞ്ഞത് എന്തിന്? സാറൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി നമുക്ക് ഇപ്പൊ സാറൊന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. ആര്, ഞാനോ? ആയില്ലേ സാർ? നീ ഒന്ന് ഇടിഞ്ഞ് പോടുന്നു. എനിക്ക് സാറേ ഞാൻ പറയാം. സാറ് റിലാക്സ് ആയില്ലെങ്കിൽ ഞാൻ ഒരു തമാശയോടെ പറയാം. മന്മത, ഞാനിത് എങ്ങനെയെങ്കിലും ഒന്ന് എഴുതി തീർക്കട്ടെ. സാറേ ഞാൻ സാറിൻ്റെ നല്ലതിന് വേണ്ടി പറയണേ. ഈ തമാശയോടെ കേട്ടിട്ട് സാറ് കൂട്ടിക്കോ. കുഞ്ഞു സാധനം ശരി പറ.
ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം അച്ഛൻ ഭയങ്കര സിഗരറ്റ് വലിയാണ്. അപ്പോൾ അച്ഛന് കാല് പാടില്ല, വീണിട്ട് എന്തോ പ്രശ്നമായിരുന്നു. ഞാൻ എന്നോട് ഇടാ താഴെ മധുവിൻ്റെ കടയിൽ പോയി ഒരു പാക്കറ്റ് സിഗരറ്റ് മേടിച്ചുകൊണ്ടു. ഞാൻ പറഞ്ഞു, ഓ ശരി അച്ഛാ, നീ എന്തോ സിഗരറ്റ് മേടിക്കും? നമ്മൾ സിഗരറ്റ് എന്ന് പറയാം. എടാ അതല്ല, സിഗരറ്റിൻ്റെ പേര് പനാമ സിഗരറ്റ്. ഞാൻ ചോദിച്ചു പനാമ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുക പനാമ സിഗരറ്റ്. നീ ഒരു കാര്യം ചെയ്യും, പനാമ സിഗരറ്റ് എന്ന് പറഞ്ഞ് മനസ്സിലിട്ട് അങ്ങനെ അങ്ങ് നടന്നോ മധുവിൻ്റെ കട വരെ. അപ്പോൾ സാറാണ് മധു കടയുടെ. ഞാൻ അവിടെ വരുമ്പോൾ എന്നോട് ചോദിക്കണത് എന്ത് വേണമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ നിന്ന് നടന്നു വരും കേട്ടോ. പനാമ സിഗരറ്റ് എന്ത് വേണം? സിനാമ പകരറ്റ് ഒരു പാക്കറ്റ്. എറിഞ്ഞാലുണ്ടല്ലേ ഞാൻ സാർ അത് തമാശ. എന്റെ മന്മത, നീ ഒന്ന് എഴുന്നേറ്റ് പോവോ? വേണ്ടെങ്കിൽ വേണ്ട, ഇതിപ്പോൾ നാളെ ഓഡിറ്റ് കഴിഞ്ഞാൽ നീ എഴുന്നേറ്റ് ഒന്ന് പോകുന്നു, ഞാൻ അതൊന്ന് ശരിയാക്കട്ടെ. ഈ ടെൻഷനാണ് കണക്ക് ശരിയാവാത്തത്. സാർ റിലാക്സ്ഡ് അല്ല, ഒരു തമാശ പറഞ്ഞ് അത് ആസ്വദിക്കാനുള്ള ശേഷിയില്ല. പിന്നെ എന്ത് ചെയ്യാൻ? സാറേ എന്തായി? തലയാ? എന്നെ അവിടുന്ന് ഓടിച്ചു വിട്ട്. ഓടിച്ചു വിട്? ആര്? കോയ സാറ്. എന്തിന്? സാറിന്റെ കണക്ക് കെട്ടണത് ഞാൻ അവിടെ ഇരുന്നിട്ടാന്ന്. നിങ്ങൾ ഈ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് അത് എണ്ണി ടാലി ആക്കണം. ഞാൻ പറഞ്ഞില്ല പറഞ്ഞ എന്റെ സാറേ, കോയ സാറിന് കണക്കറിഞ്ഞൂടാ. അത് ഞാൻ പറഞ്ഞ് ക്ലിയർ ആക്കി കൊടുത്തപ്പോ ഈഗോ വർക്കൗട്ടായി. ഈഗോ വർക്കൗട്ടായോ? ആരുടെ അടുത്ത്? നിങ്ങളുടെ അടുത്തോ? അയ്യോ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കളിക്കണ കളിയല്ല കുളിക്കണ കുളം. കണക്കറിയാത്ത ആളെ പെണ്ണത് ആണെന്നേ. ഈശ്വര, കണക്ക് ടാലിയായി കിട്ടണേ. ടാലിയായി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സ്വർണത്തിൻ്റെ ഒരു അല്ല വെള്ളിയുടെ പിച്ചള അല്ല. എനിക്ക് ആ സമയത്ത് എന്താ കഴിയാച്ചാ ഞാൻ കഴിയണത് തന്നോളാം ഈശ്വര. സാറേ സാറേ, ആ, ദൈവത്തിനോട് ഇങ്ങനെ ബാർഗൈൻ ചെയ്യരുത്. ബാർഗൻ ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതെന്താ നിങ്ങൾ വിചാരിച്ചത്? ജോലി പോണ കേസാണ്, കളിക്കല്ല. എന്നോട് പറയണ എന്തിനാ? കോയ സാറിനോട് പറ. എല്ലാരോടും കൂടി പറഞ്ഞതാണെന്ന്. എന്റെ സംശയം അതല്ല. എന്താണ്? കളിക്കണ കളിയല്ല കുളിക്കണ കുളമെന്ന് പറഞ്ഞില്ലേ, അതെന്താ? അത് ഉണ്ട. ആ, അതല്ലേ കോയ സാർ എന്നെ തെറ്റിച്ചോണ്ടിരിക്കണത്. എന്റെ മണ്ടു, എവിടെയെങ്കിലും പോയി ഇരിക്കുന്നീ. ഒരു ഇത്തിരി മനസമാധാനം കൊണ്ടാ ഇതാകെ പെനഞ്ഞ് കിടക്കാണ് ഞാന്. 265 8 265 8 എത്രയാണ്? 8 5 13 മൂന്നാണ് അവസാനം. ആ, 273. 3ആണ്. ആ, എന്തായി കോയ? തലയായ സാറേ ആയോ? 650 ഉണ്ടുണ്ട്. 650? അയ്യോ, അപ്പൊ ബാക്കി 36 കുറവുണ്ട്. 36 ഉണ്ട കാണല്ല. കണക്ക് തെറ്റിയതായിരിക്കും. സാറിന് കണക്കറിയാൻ പാടില്ല. പറഞ്ഞ പോലെ ഒന്നുകൂടി എണ്ണേണ്ടി വരുമോ? നിങ്ങൾക്ക് തെറ്റിയോ? ഇക്കങ്ങനെ കണക്കൊന്നും തെറ്റില്ല സാറേ. ഞാൻ നോക്ക്, എന്റെ വാപ്പാക്ക് തേങ്ങ കച്ചവടാ. അന്ന് ആ കാലത്ത് ചെറുപ്പത്തിൽ 10,000 ചില്ലാതെ നാളേരെ എണ്ണീറ്റ് സ്കൂളിൽ പോണ ആളാ ഞാൻ. അങ്ങനെ എണ്ണയില് തെറ്റൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഈ 36 ഉണ്ട് എന്ത് ചെയ്യും? 36 അത് കാണണോ? അല്ല, കാണണം പറഞ്ഞ ഉണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളപ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഒരു 3 കൊല്ലം മുമ്പ് ഓഡിറ്റ് നടക്കുമ്പോ അന്ന് സുഗതൻ സാറായിരുന്നു റേറ്റ്. സുഗതൻ സാറ് നിങ്ങൾക്ക് ചാർജ് ഏൽപ്പിച്ച സമയത്ത് അന്ന് നിങ്ങൾ ഈ കണക്കൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി കറക്റ്റ് ചെയ്ത് വെച്ചിരുന്നു അതിന്റെ ഒക്കെ? അന്ന് ചെയ്തിട്ടില്ല. പോയില്ലേ? അല്ല, പോയില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അന്നിപ്പോ ഇതൊക്കെ ഉണ്ടാവുന്നല്ലേ നമ്മൾ വിചാരിക്കും. അങ്ങനെ പറ്റില്ല സാറേ. അത് നിങ്ങൾ ആ സമയത്ത് കറക്റ്റ് കണക്ക് മേടിക്കണോ? അല്ല, ഇത് കളിക്കല്ല. ഇതെന്തായാലും സാധനം കണ്ടുപിടിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമാവും. എല്ലാവരും പണി പോവും. അതൊക്കെ ആവും. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളിപ്പോ എത്ര കിട്ടിയെന്നാ പറഞ്ഞത്? ഞാന് ഞാൻ ഇപ്പൊ എത്ര പറഞ്ഞു? ഇപ്പൊ എണ്ണി തിട്ടപ്പെടുത്തി. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു കണക്ക് പറഞ്ഞാണല്ലോ. അപ്പൊ നിങ്ങളത് കുറിച്ചും വെച്ചില്ലേ? എന്റെ സാറേ, ഞാൻ എന്നെ ആവേശത്തിൽ ഓടി വന്നിങ്ങോട്ട് പറഞ്ഞാണ്. കോയ, ഇനി അതൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങൾ പോയിട്ട് എണ്ണിയത് ഒരു കഷ്ട സാറേ. എന്നിട്ട് അത് കുറിച്ച് വെക്കി. എന്നിട്ട് ആ ലിസ്റ്റ് എനിക്ക് കൊണ്ടുതരി. സാറേ, വേറെ ആരെങ്കിലും നിന്റെ കൂടെ ഇരുത്താൻ പറ്റുമോ? ഞാൻ വരാം. അന്ന് വേണ്ട സാറേ, വേണ്ട. ഞാൻ ഒറ്റക്ക് എണ്ണിക്കോ. വേണ്ട, ഇത് മാറുന്ന നിങ്ങള്. സാറേ, എനിക്കൊരു ഐഡിയ പറയാനുണ്ട്. പറയണോ? പോലീസിന്റെ ബുദ്ധിയാണ്. ശരി, പറയും.
അതായത് ഇപ്പൊ മൊത്തം കിട്ടാനുള്ള എത്രയാണ്? 686. അല്ലേ? ആ. ഇപ്പൊ ഏകദേശം ഒരു 10-35 എണ്ണം കാണാനില്ലാന്ന് വെക്ക്. 35 അല്ല 36. 36. ആ. അപ്പൊ ഈ 686 36 കുറച്ച എത്രയായി? 686 36 പോയ എത്രയായി? 650. ആയില്ലേ? ആ. അപ്പൊ അതല്ലേ കോയ സാർ എണ്ണി തിട്ടപ്പെടുത്തിയത്. ആ ശരിയാണ്. ശരിയല്ലേ? ആ. 36 എണ്ണാണ് കാണാത്തത്. ആ. ഉറപ്പല്ലേ? അത് ഉറപ്പില്ല. പിന്നെ അങ്ങനെ പോയ എണ്ണ പോയി എണ്ണ അതാ നല്ലത്. അല്ല ഒരു മിനിറ്റ്, എന്താ ഒരു ഐഡിയ ഉണ്ട് പറഞ്ഞത്? അത് ഇതല്ലേ ഐഡിയ. ഇത് ഐഡിയ ആണ്. പിന്നെ സാറിന് ഫിഗർ അറിയാൻ പാടില്ലാത്ത എന്റെ കുഴപ്പമാണ്. കറക്റ്റ് ആയിരുന്നു ആ ഐഡിയ. ആർക്കും എണ്ണ അറിയാൻ പാടില്ല, എണ്ണാനും അറിയാൻ പാടില്ല. ഹായ്, നിങ്ങളുടെ ഇഷ്ട പ്രോഗ്രാമായ മറിമായം സംപ്രേഷണം ആരംഭിച്ചിട്ട് 15 വർഷം പിന്നിടുകയാണ്. ഒന്നാമത്തെ എപ്പിസോഡ് മുതൽ നിലവിൽ സംപ്രേഷണം കഴിഞ്ഞ എപ്പിസോഡ് വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാം മനോരമ മാക്സിലൂടെ.